അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. പ്രിയ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് ഫലക്കിലെ 5 ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുകയും 3 ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ഈ സൂറത്തിൽ 2 ആയത്തുകളുടെ അർത്ഥവും അതിൻ്റെ വിശദീകരണവുമാണ് മനസ്സിലാക്കാനുള്ളത്. ആദ്യം നമുക്ക് ആ സൂറത്തിൻ്റെ ആദ്യ ഭാഗം ഒന്നുകൂടി അതിൻ്റെ അർത്ഥ തലങ്ങൾ ഒന്നുകൂടി പറഞ്ഞു പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഖുൽ, നബിയെ പറയുക. അഊദു, ഞാൻ അഭയം ചോദിക്കുന്നു, ഞാൻ അഭയം തേടുന്നു. ബിറബ്ബിൽ ഫലഖ്, പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ അഭയം തേടുന്നു. മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ ഷർറിൽ നിന്ന്, കെടുതിയിൽ നിന്ന്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, ഇരുട്ടിയ രാത്രി മൂടി വരുമ്പോൾ അതിൻ്റെ കെടുതിയിൽ നിന്നും ഞാൻ അഭയം തേടുന്നു. അവിടെ വമിൻ ശർരി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അഊദു എന്ന ആ വാക്കിലേക്ക് മടങ്ങും. അഥവാ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, ഇരുട്ടിയ രാത്രി മൂടി വരുമ്പോൾ അതിൻ്റെ കെടുതിയിൽ നിന്നും അഊദു, ഞാൻ അഭയം ചോദിക്കുന്നു എന്നുള്ളതാണ്. അതാണ് വാവുൽ അത്ഫാണ് അവിടെ വന്നിരിക്കുന്നത്. വമിൻ ശർരി എന്നതിൽ ഒരു വാവുണ്ട്, വാ. ആ വാവ് മടങ്ങുന്നത് അഊദു എന്ന ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കിലെ അഊദു എന്ന വാക്കിലേക്കാണ്. അതാണ് വാവ്, അവിടെ വാവുൽ അത്ഫാണ്. അഥവാ ആ അഊദുവിലേക്ക് ചേർക്കാൻ വേണ്ടിയാണ് അവിടെ വാവിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചതാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പോകാതെ അടുത്ത ആയത്തുകളിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ആയത്ത് 4-ാമത്തെ വചനം, വമിൻ ശർരിൻ നഫാസാതി ഫിൽ ഉഖദ്. വമിൻ ശർരിൻ നഫാസാതി, വമിൻ ശർരിൻ നഫാസാതി ഫിൽ ഉഖദ്. അത് വായിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചതാണ്, ആ നൂന് ഇദ്ഗാമാണ്, ഇഖ്ഫ ആണ്. ഇദ്ഗാമല്ല, ഇഖ്ഫ ആണ്. ഷീനിൻ്റെ മുമ്പിൽ നൂന് സാക്കിൻ വന്നാൽ അവിടെ ഇഖ്ഫ ആണ്, ഗോപ്യമായി ഉച്ചരിക്കുക. വളരെ രഹസ്യമായി, അഥവാ വളരെ ഗോപ്യമായിട്ട്, വളരെ പതുക്കെ
നൂനിനെ അത്ര അങ്ങോട്ട് ഇതാക്കേണ്ട കാര്യമില്ല. വമിൻ ഷർരി നഫാസാത്തി. അപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ വമിൻ ഷർരിന്ന, ആ നൂനിനെ, ആ ശബ്ദുള്ള നൂനിനെ ഷർരിയുടെ കൂടെ വായിക്കുക. ഷർരിന്ന, കേട്ടോ, ഷർരിന്ന കൂട്ടി വായിക്കുക. അപ്പോൾ എങ്ങനെ വരും? വമിൻ ഷർരിന്ന. ഒന്നെല്ലാവരും പതുക്കെ മൈക്ക് ഓണാക്കാതെ നിങ്ങൾ വായിക്കുക. വമിൻ ഷർരിന്ന, വമിൻ ഷർരിന്ന, വമിൻ ഷർരിന്നഫാസാത്തി. എന്നിട്ട് കൂട്ടി വായിക്കുക. വമിൻ ഷർരിന്ന. അവിടെ നൂനിന് ശബ്ദ് വന്നാൽ നമ്മളവിടെ മണിക്കണം, അവിടെ ഒന്ന് കറങ്ങിയാൽ മതി. വമിൻ ഷർരിന്നഫാസാത്തി, വമിൻ ഷർരിന്നഫാസാത്തി ഫിൽ ഉഖദ്. ഫിൽ ഉഖദ് ഐനാണ്, ഉഖദ് ഐനാണ്, ഉഖദ്. ഒന്നിച്ച് വായിക്കുമ്പോൾ വമിൻ ഷർരിന്നഫാസാത്തി ഫിൽ ഉഖദ്, വമിൻ ഷർരിന്നഫാസാത്തി ഫിൽ ഉഖദ്. അടുത്ത വചനം വമിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ്. ഞാൻ കഴിഞ്ഞ ആഴ്ച അത് സൂചിപ്പിച്ചതാണ്. അവിടെ ഹാസിദിൻ എന്ന വാക്കാണ്, അലിഫല്ല ഹാ ആണ്. ഹാ, ജീമ് ഹാ. ആ ഹാ ആണ് മുഹമ്മദിൻ്റെ ഹാ. അപ്പോൾ അത് വളരെ നല്ല രൂപത്തിൽ തന്നെ മഹ്റജോട് കൂടി തന്നെ നമ്മൾ ഉച്ചരിക്കേണ്ടതുണ്ട്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അവിടെ ഹാസിദിൻ, അവിടെ ദാലിന് 2 കിസറാണ്, അഥവാ നൂന് തൻവീനാണ്. ദാലിൻ്റെ അടിയിൽ 2 കിസറാണ്, അതിനെയാണ് നൂന് തൻവീൻ. നൂന് തൻവീൻ എന്ന് പറഞ്ഞാൽ 2 ലമ്മ്, 2 കിസർ, 2 ഫത്തഹ്. ഇതിനെയാണ് നൂന് തൻവീൻ എന്ന് പറയുന്നത്. 2 ഫത്തഹ് വരിക, 2 ലമ്മ് വരിക, 2 കിസർ വരിക. ഇതിനെയാണ് നൂന് തൻവീൻ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ദാലിൻ്റെ താഴെ 2 കിസറാണ്, അഥവാ നൂന് തൻവീൻ. അതിന് ശേഷം അലിഫ് വന്നിട്ടുണ്ട്, അല്ലേ? ഇതാ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അലിഫിന് മുമ്പായിട്ട് നൂന് തൻവീൻ വന്നാൽ അവിടെ ആ നൂന് തൻവീൻ അവിടെ വെളിവാക്കണം എന്നാണ്. ഇൽഹാറാണ് അവിടെ നിയമം, ഇൽഹാർ. അപ്പോൾ അതുകൊണ്ട് അവിടെ നൂന് വെളിവാക്കണം. എങ്ങനെ? വമിൻ ഷർരി ഹാസിദിൻ. ഹാസിദിൻ, ആ നൂന് അവിടെ വെളിവാവണം. ഹാസിദിൻ. ഇദാ ഹസദ്, അങ്ങനെയാണ് അത് വായിക്കേണ്ടത്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ധാരാളം പ്രാവശ്യം വായിച്ച് പഠിക്കുക. കാരണം വായന എന്ന ആ പ്രക്രിയയിലൂടെ ധാരാളം പ്രാവശ്യം കടന്നു പോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ വായനയിൽ ഒഴുക്കുണ്ടാവുകയുള്ളൂ. ആ കെട്ടിക്കുടുക്കുകളും ആ പ്രയാസങ്ങളും ഒക്കെ മാറുകയുള്ളൂ. ഇനി അതിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ വമിൻ ഷർരി, കെടുതിയിൽ നിന്നും. കണ്ടോ? അപ്പോൾ അവിടെ ഒരു വാവുണ്ട്. ആ വാവുൽ അത്ഫാണ്. അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കിലെ അഊദു എന്ന് പറയുന്ന വാക്കിലേക്കാണ് ആ വാവിനെ മടക്കേണ്ടത്. അപ്പോൾ അതിനർത്ഥം പറയുമ്പോൾ വമിൻ ഷർരി, ഷെറിൽ നിന്നും ഞാൻ അഭയം തേടുന്നു. കണ്ടോ? വമിൻ ഷർരി, ഷെറിൽ നിന്ന്. ഷെറ് എന്ന് പറഞ്ഞാൽ തിന്മയിൽ നിന്ന്, അല്ലെങ്കിൽ അഭയം തേടുന്നു തിന്മയിൽ നിന്ന്, കെടുതിയിൽ നിന്ന്
ഞാൻ അഭയം തേടുന്നു, ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. നഫാസാത്തി വമിൻ ഷർരി നഫാസാത്തി ഫിൽ ഉഖദ്, ഫിൽ ഉഖദ് കെട്ടുകളിൽ ഊതുന്നവരുടെ കെടുതിയിൽ നിന്ന്. വമിൻ ഷർരി നഫാസാത്തി ഫിൽ ഉഖദ് കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരുടെ കെടുതിയിൽ നിന്നും ഞാൻ അഭയം ചോദിക്കുന്നു. ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതായത് നമ്മളിവിടെ റബ്ബിനോട് അഭയം ചോദിക്കുകയാണ്, രക്ഷ ചോദിക്കുകയാണ്, അല്ലേ? അഭയം ചോദിക്കുന്നു അല്ലെങ്കിൽ രക്ഷ ചോദിക്കുന്നു. ആരിൽ നിന്ന്? കെട്ടുകളിൽ ഊതുന്ന, കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്ന അവരുടെ കെടുതിയിൽ നിന്ന്. അപ്പോൾ മന്ത്രിച്ചൂതപ്പെടുന്ന ഒരു നൂലാകട്ടെ, ഏലസാകട്ടെ, തമീമത്താകട്ടെ, എന്തൊരു വസ്തുവാകട്ടെ, അതിൻ്റെ കെടുതിയിൽ നിന്നല്ല, മറിച്ച് ആ കെട്ടുകളിൽ ഊതുന്ന ആളിൻ്റെ ഷെറിൽ നിന്നാണ് കേട്ടോ. ഊതുന്നവരുടെ, ഇവിടെ നഫാസാത്തി എന്ന വാക്ക് സ്ത്രീലിംഗ പദത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ച് സ്ത്രീകൾ ആണ് അവിടെ കെട്ടുകളിൽ ഊതുന്നവർ എന്നല്ല, മറിച്ച് ആണായാലും പെണ്ണായാലും കെട്ടുകളിൽ ഊതുന്നവർ ദുർമന്ത്രവാദികൾ, കെട്ടുകളിൽ ഊതുന്ന ദുർമന്ത്രവാദികൾ, മന്ത്രവാദികൾ, അതാണായാലും പെണ്ണായാലും ആരൊക്കെ തന്നെയായാലും അത്തരക്കാരുടെ കെടുതിയിൽ നിന്ന്, ഷെറിൽ നിന്ന് അള്ളാഹുവേ നിന്നിൽ ഞാൻ അഭയം തേടുന്നു എന്ന് മൊത്തത്തിൽ നമ്മൾ അള്ളാഹുവിനോട് അഭയം ചോദിക്കുകയാണ്. ഇവിടെ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മന്ത്രിച്ചൂതിയ നൂല് കെട്ടിയ ഒരു മനുഷ്യൻ പ്രവാചകൻ്റെ അടുക്കൽ വന്നു. പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് എന്തിനാണ് കെട്ടിയിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇത് രക്ഷയ്ക്ക് വേണ്ടിയാണ് കെട്ടിയിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് കെട്ടിയവനായ നിലയിൽ താങ്കൾ മരണപ്പെട്ടു പോയാൽ ഒരിക്കലും താങ്കൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. പ്രവാചകൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അത് പൊട്ടിച്ചു കളയൂ. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് അത് പൊട്ടിച്ച് കളഞ്ഞിപ്പിച്ച ഹദീസുകൾ, ധാരാളക്കണക്കിന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇവിടെ തമീമത്ത്, തിവലത്ത് ഷിർക്കാണ് എന്ന ഹദീസുകളും ധാരാളക്കണക്കിന് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട് സൂറത്ത് കഹഫിൽ, വഇൻ തജിദ് മിൻ ദൂനിഹി മുൽതഹദ. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതാറുള്ളതാണ് സൂറത്തുൽ കഹഫ്. ആ സൂറത്ത് കഹഫിൽ പറയാം, വഇൻ തജിദ് മിൻ ദൂനിഹി മുൽതഹദ, അവനെ കൂടാതെ യാതൊരു രക്ഷയും നിനക്ക് കിട്ടുന്നതേയല്ല, അല്ലേ? വഇൻ തജിദ്, നീ കണ്ടെത്തുകയില്ല, നിനക്കുണ്ടാവുന്നതല്ല, മിൻ ദൂനിഹി, അവനെ കൂടാതെ, അഥവാ അള്ളാഹുവിനെ കൂടാതെ നിനക്കൊരിക്കലും ഉണ്ടാവുകയില്ല, മുൽതഹദ, യാതൊരു രക്ഷയും. അപ്പോൾ അള്ളാഹു അല്ലാതെ നിനക്ക് യാതൊരു രക്ഷയും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് സൂറത്തു കഹ്ഫിൽ അള്ളാഹു വ്യക്തമായി പറഞ്ഞിരിക്കെ, നമ്മുടെ ആളുകൾ മന്ത്രിച്ചൂതിയ നൂലുകളും മന്ത്രിച്ചൂതിയ തിലവത്തും ഏലസുകളും ഒക്കെ കെട്ടി ഈ പറഞ്ഞ രൂപത്തിൽ രക്ഷ കിട്ടും അല്ലെങ്കിൽ അഭയം തേടുന്ന ഒരു അവസ്ഥയിലൂടെ ജനങ്ങൾ കടന്നു പോകുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫലക്കിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, വമിൻ ഷർരിൻ നഫാസാത്തി ഫിൽ ഉഖദ്. അതിൻ്റെ ആ ശൈലി നമ്മളൊന്ന് മനസ്സിലാക്കണം. കെട്ടുകളിൽ മന്ത്രിച്ച് ഊതുന്നവരുടെ, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കെട്ടുകളിൽ മന്ത്രിച്ച് ഊതുന്നവരുടെ കെടുതിയിൽ നിന്ന്. അപ്പോൾ കെട്ടുകളിൽ ആരാണോ ഊതുന്നത് അവരുടെ ഷർറിൽ നിന്നാണ്
റബ്ബിനോട് നമ്മൾ കാവൽ ചോദിക്കുന്നത്. കാരണം അവരെ കൊണ്ടാണ് നമുക്ക് ഷെറ്, മന്ത്രവാദികളെ കൊണ്ടാണ് നമുക്ക് ഷെറ്. അല്ലാതെ ആ നൂല് കൊണ്ട് നമുക്ക് യാതൊരുവിധ രക്ഷയും കിട്ടില്ല, ഷെറും കിട്ടില്ല. രക്ഷയുമില്ല, ഷെറുമില്ല, ഒരു ഗുണവുമില്ല, ഒരു പ്രയോജനവുമില്ല, ഒരു ദോഷവുമില്ല. പക്ഷേ ആ നൂലിൽ ആരാണോ മന്ത്രിച്ചത് അവനെക്കൊണ്ട് നമുക്ക് ഷെറ് മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത് വമിൻ ശർരിൻ നഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരുടെ കെടുതിയിൽ നിന്നും. ഞാനിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മനസ്സിൽ അത് തങ്ങി നിൽക്കുവാനും നിങ്ങളത് കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമാണ് ഞാനിത് ആവർത്തിച്ച് പറയുന്നത്. വമിൻ ശർരിൻ നഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ മന്ത്രിച്ച് ഊതുന്നവരുടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വമിൻ ശർരിൻ നഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരുടെ കെടുതിയിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു എന്നുള്ളതാണ്. അപ്പോൾ മന്ത്രവാദികളുടെ പക്ഷത്ത് നിന്ന് നമുക്കൊരുപാട് ഷെറുകൾ ഈ സമുദായത്തിന്, ഈ സമൂഹത്തിന്, ഈ മനുഷ്യർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പടച്ച തമ്പുരാൻ ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുക. അടുത്ത ആയത്ത് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയക്കാരൻ അസൂയപ്പെടുമ്പോൾ അവൻ്റെ കെടുതിയിൽ നിന്നും ഞാൻ അഭയം ചോദിക്കുന്നു. വമിൻ ശർരി, ഞാൻ ഷെറിൽ നിന്ന് അഭയം ചോദിക്കുന്നു. വമിൻ ശർരി, ഷെറിൽ നിന്ന് ഞാൻ അഭയം ചോദിക്കുന്നു. ഹാസിദിൻ, അസൂയാലു, അസൂയക്കാരൻ. ഇദാ ഹസദ്, അസൂയ വെക്കുമ്പോഴുണ്ടാകുന്ന ആ അസൂയക്കാരൻ്റെ കെടുതിയിൽ നിന്ന്, അല്ലേ, അസൂയയിൽ നിന്നല്ല, അസൂയക്കാരൻ അസൂയ വെക്കുമ്പോഴുണ്ടാകുന്ന അവൻ്റെ ആ കെടുതിയിൽ നിന്ന് ഞാൻ അഭയം ചോദിക്കുന്നു. ഇവിടെയും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. എന്താണ് അസൂയ എന്നുള്ളത് മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ രണ്ട് തരം അസൂയകളുണ്ട്. എങ്ങനെയാണ് ഒരാളുടെ മനസ്സിൽ അസൂയ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാളുടെ മനസ്സിൽ അസൂയ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് മാനസികമായ ഒരു അവസ്ഥയാണ്. അസൂയ ഉണ്ടാവുക എന്നുള്ളത് മാനസികമായ ഒരു പ്രശ്നമാണ്. ഈ മാനസികമായ ഈ പ്രശ്നം തീർച്ചയായും പരിഹരിക്കേണ്ടത് വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിലൂടെ, പ്രവാചകൻ്റെ അധ്യാപനങ്ങളിലൂടെ നമുക്ക് അത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇന്ന് സമൂഹത്തെ വളരെയധികം മോശമായൊരവസ്ഥയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അസൂയ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയക്കാരൻ അസൂയപ്പെടുമ്പോൾ അവൻ്റെ കെടുതിയിൽ നിന്ന് ഞാൻ ശരണം തേടുന്നു. ഈ അസൂയ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഒരു മാനസികമായ ഒരു പ്രശ്നമാണത്. രണ്ട് തരം അസൂയ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒരു പണ്ഡിതൻ അദ്ദേഹം ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ എനിക്കതിന് കഴിയുന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അസൂയപ്പെടാം. വിജ്ഞാനം വർദ്ധിച്ച ഒരാൾ, ഒരുപാട് വിജ്ഞാനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത് കഴിയുന്നു, പ്രസംഗിക്കുന്നു, ക്ലാസ് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അത് കഴിയുന്നു, എനിക്ക് കഴിയുന്നില്ലല്ലോ, അതൊരു നല്ല അസൂയയാണ്. അതേസമയം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ അയൽപക്കങ്ങളിലോ നമ്മുടെ നാടുകളിലോ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു ഖൈർ വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു തരം പരിഭവം, നമുക്കില്ലാത്തത് അവനുണ്ടാകുമ്പോൾ അതിലൊരു വിഷമവും പ്രയാസവും അനുഭവപ്പെടുക,
അത് നശിച്ചു കാണാൻ ആഗ്രഹിക്കുക, അതില്ലാതാക്കുവാൻ ആഗ്രഹിക്കുക. ഇങ്ങനെ അയാളോടൊരു ബുദ്ധിമുട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉരുണ്ടു കൂടുന്നു. അങ്ങനെ അത് കൂടി അവസാനം എവിടെ എത്തുമെന്ന് എൻ്റെ സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരു വ്യക്തിയോട് നമുക്ക് അസൂയ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു കാര്യത്തിൽ ഒരു പ്രാവശ്യം എൻ്റെ ഒരു സഹോദരനോട്, ഒരു സഹോദരിയോട് ഒരു ചെറിയ അസൂയ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ വളരും. അത് വളർന്ന് ഓരോ ദിവസം കഴിയുന്തോറും ആ അസൂയ കൂടി അവസാനം എനിക്ക് അദ്ദേഹത്തോട് വെറുപ്പാകും. ആ അസൂയയുടെ പര്യവസാനം എന്ന് പറയുന്നത് എനിക്ക് അദ്ദേഹത്തോട്, അതൊരു സഹോദരിയാകട്ടെ സഹോദരനാകട്ടെ, അദ്ദേഹത്തോട് വെറുപ്പാകും. ആ വെറുപ്പ് അവസാനം അദ്ദേഹത്തെ ഞാൻ ഉപദ്രവിക്കുന്ന തരത്തിലേക്ക് മാറും. അദ്ദേഹത്തെ ഉപദ്രവിക്കുന്ന തലത്തിലേക്ക് ആ അസൂയ മാറും. അതാണ് അതിൻ്റെ കാരണം. ഉപദ്രവ തലത്തിലേക്ക് അത് മാറുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ ഞാൻ എങ്ങനെയൊക്കെ താഴ്ത്തിക്കെട്ടാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഞാൻ താഴ്ത്തിക്കെട്ടും. എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഞാൻ ഉപദ്രവിക്കും. അവനെപ്പറ്റി അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കും, അവനെപ്പറ്റി ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കും, അവനെപ്പറ്റി കളവ് പറയും എന്ന് വേണ്ട, അവനെപ്പറ്റി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യും. അതിൻ്റെയൊക്കെ പിന്നിലെ ഒരേ ഒരു കാരണം അവനോടുള്ള നമ്മുടെ അസൂയയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൽ അസൂയ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങൾ, നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ വിറകിനെ തീ തിന്നുന്നത് പോലെ, വിറക് കഷ്ണത്തെ തീ എങ്ങനെയാണോ തിന്നുന്നത് അതുപോലെ നിങ്ങളുടെ സൽക്കർമ്മങ്ങളെ മുഴുവൻ തീ തിന്നുന്നതാണ്. അഗ്നിയാൽ കരിക്കപ്പെടുന്നതാണ് നിങ്ങളുടെ സൽക്കർമ്മങ്ങളെ. അഥവാ നമ്മൾ നമസ്കരിക്കുന്നവരാണ്, നമ്മൾ നോമ്പ് പിടിക്കുന്നവരാണ്, നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, ഹജ്ജ് ചെയ്യുന്നവരാണ്, ഉംറ ചെയ്തവരാണ്, സ്വതക്ക ദാനധർമ്മങ്ങൾ ചെയ്തവരാണ്, സക്കാത്ത് കൊടുത്തവരാണ്. പക്ഷേ അസൂയ എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ മനസ്സിൽ, ആരോടെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ അയൽവക്കത്ത്, നമ്മുടെ നാടുകളിൽ, നമ്മുടെ കൂട്ടുകാരിൽ, സുഹൃത്തുക്കളിൽ, നമ്മളിൽ ആരോടെങ്കിലും നമുക്ക് അസൂയ മനസ്സിലുണ്ടോ? തീർച്ചയായും നമ്മുടെ സൽക്കർമ്മങ്ങൾ മുഴുവനും അള്ളാഹു കരിച്ച് ചാമ്പലാക്കി കളയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. എന്തിന് നമ്മുടെ സൽക്കർമ്മങ്ങളെ നമ്മൾ ഇല്ലാതാക്കി കളയണം? അല്ലേ? ജീവിതത്തിൽ ഒരിക്കലും തൻ്റെ നാവ് കൊണ്ട് കളവ് പറയാത്ത പ്രവാചകനാ പറഞ്ഞു തന്നത്. ഒന്നാലോചിച്ച് നോക്കിയേ. ജീവിതത്തിൽ ഒരിക്കൽ പോലും തൻ്റെ നാവ് കൊണ്ട് ഒരു കളവ് പോലും പറയാത്ത പ്രവാചകനാ പറഞ്ഞത്, നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ മുഴുവനും കത്തിച്ച് ചാമ്പലാക്കും. അല്ലേ? വിറക് കൊള്ളിയെ തീ തിന്നു തീർക്കുന്നത് പോലെ. അസൂയ അത്രക്ക് ഗുരുതരമായൊരു പാപമാണ്. ആ അസൂയ നമ്മുടെ മനസ്സിൽ കുടിക്കൊള്ളുന്ന കാലത്തോളം നമുക്ക് ആരോടാണോ അസൂയ ഉള്ളത് ആ വ്യക്തിയെ നമ്മളിങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കും. കണ്ടോ? അതാണ് ഇവിടെ പറഞ്ഞത്, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയക്കാരൻ അസൂയപ്പെടുമ്പോൾ അവൻ്റെ കെടുതിയിൽ നിന്നും. ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയക്കാരൻ അസൂയപ്പെടുമ്പോൾ അവൻ്റെ കെടുതിയിൽ നിന്ന്, അവൻ്റെ ഷെറിൽ നിന്ന്. കണ്ടോ? അസൂയ എന്ന ആ വകുപ്പിൽ ഷെറില്ല, പക്ഷേ അസൂയക്കാരൻ്റെ ഷെറുണ്ട്. എനിക്ക് നിങ്ങളോടാണ് അസൂയെങ്കിൽ എന്നിൽ നിന്ന് നിങ്ങൾക്കിങ്ങനെ ഷെറിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എൻ്റെ കൂട്ടുകാരനോട്, എൻ്റെ ബന്ധുവിനോട്, എൻ്റെ അയൽവാസിയോട് എനിക്ക് അസൂയയുണ്ടെങ്കിൽ ഞാൻ അവനെങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കും, അവനെപ്പറ്റി കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കും, അവനെപ്പറ്റി അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, അവനെ എങ്ങനെയൊക്കെ മോശക്കാരനാക്കാൻ പറ്റും അങ്ങനെയൊക്കെ ആക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ പിന്നിലെ രസതന്ത്രം അവനോടുള്ള എൻ്റെ അസൂയയാണ്.
അതവനിക്ക് ഉപദ്രവമായി മാറും, അവന് ഷർറായി മാറും. അതിൻ്റെ ഭവിഷ്യത്ത് അവൻ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ആ ഷർറിൽ നിന്ന്, അവൻ്റെ ഷർറിൽ നിന്ന്, അതാണ് അവൻ്റെ ഷർറിൽ നിന്ന് അഭയം തേടാനാണ് റബ്ബ് നമ്മളോട് ഇവിടെ പറയുന്നത്. ഈ രണ്ട് സൂറത്തും, സൂറത്തുൽ ഫലക്കും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സൂറത്തുൻ നാസും, ഈ രണ്ട് സൂറത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നൊരു പേര് മുഅവ്വദത്തൈനി എന്നാണ്. മുഅവ്വദത്താനി എന്നും പറയാം, മുഅവ്വദത്തൈനി എന്നും പറയാം. അഭയം തേടപ്പെടുന്ന രണ്ട് സൂറത്തുകൾ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ഫർള് നമസ്കാരത്തിന് ശേഷം ഈ രണ്ട് സൂറത്തുകളും പാരായണം ചെയ്തിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. ഉറങ്ങാൻ നേരത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ സൂറത്തുകൾ പാരായണം ചെയ്തിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. ഒരുപാട് പ്രാധാന്യം ഈ ഹദീസുകൾക്കുണ്ട്. ഈ ഹദീസിൻ്റെ, ഈ ഖുർആനായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രക്ഷയാണ് ഈ ഖുർആനായത്തുകൾ. അല്ലാതെ ഈ ആയത്തുകളൊന്നും ഏലസാക്കി കെട്ടാനുള്ള അല്ലെങ്കിൽ മന്ത്രവാദം നടത്താനുള്ള ആയത്തുകളല്ല, മന്ത്രിച്ചൂതാനുള്ള ആയത്തുകളല്ല. ഇത് നമ്മുടെ നാവ് കണ്ട് നമ്മൾ ഓതുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാണ് സഹോദരിമാരെ നമ്മൾ ഓതേണ്ടത്. അർത്ഥം മനസ്സിലാക്കി ഓതുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ആ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അർത്ഥം മനസ്സിലാക്കാതെ വെറും നാവുകളിലിട്ട് ഇങ്ങനെ പാരായണം ചെയ്തതുകൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല. അർത്ഥം മനസ്സിലാക്കാതെ ഓതിയത് കൊണ്ട് പ്രതിഫലമില്ല എന്ന് ഞാൻ പറയുന്നില്ല, പ്രതിഫലമുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മുടെ ആത്മാവിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴാണ് അതിലേറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനം ലഭിക്കുക. ആയത്തനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയണം. കണ്ടോ, ഈ ആയത്തനുസരിച്ച് ജീവിക്കുമ്പോൾ ഒരു ഏലസും കെട്ടുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പോവില്ല, ഒരു തമീമയും കെട്ടുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പോവില്ല, ഒരു മന്ത്രി ചൂതുന്ന വെള്ളവും കുടിക്കാൻ നമ്മൾ പോകില്ല, ഒരു പിഞ്ഞാണെഴുത്തിനും നമ്മൾ പോകില്ല, അള്ളാൻ്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു ചര്യയിലേക്കും നമ്മൾ പോകില്ല. കാരണം എന്താ? ഈ ഖുർആനിൽ, വിശുദ്ധ ഖുർആനിലെ 113-ാമത്തെ സൂറത്തായ സൂറത്ത് ഫലക്കിലൂടെ അള്ളാഹു പറയുന്നത് വമിൻ ഷർരിൻ നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവൻ്റെ കെടുതിയിൽ നിന്ന്, അല്ലേ, മന്ത്രിച്ചൂതുന്നവരുടെ കെടുതിയിൽ നിന്ന്, അത്തരക്കാരുടെ, ആ മന്ത്രവാദികളുടെ ഷർറ്, അവരോട് നമ്മൾ അടുക്കാൻ പോലും പാടില്ല. അവരെ കൊണ്ടാണ് നമുക്ക് ഷർറ്. അവർ ഈ സമൂഹത്തിനും സമുദായത്തിനും ഷർറാണ്, ജനങ്ങൾക്ക് മൊത്തം ഷർറാണ്. അവരെ ഈ സമൂഹത്തെ ഷെറിലേക്ക് നയിക്കും, ഈ സമൂഹത്തെ വഴിതെറ്റിക്കും, വഴിപിഴപ്പിക്കും ഈ സമൂഹത്തെ ഈ ഇത്തരം ദുർമന്ത്രവാദികൾ എന്ന് ഈ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ അസൂയ വെക്കുമ്പോൾ അവൻ്റെ ഷെറിൽ നിന്നും അള്ളാഹുവെ ഞാൻ അഭയം ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് ഇവിടെ അവസാനിക്കുകയാണ്. അള്ളാഹു ഇത്തരം തിന്മകളിൽ നിന്ന്, ഷെറുകളിൽ നിന്ന് നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അടുത്ത സൂറത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. സൂറത്തുൻ നാസ്, 114-ാമത്തെ അധ്യായമായ സൂറത്തുൻ നാസ്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിച്ചത് എന്ന് പണ്ഡിതന്മാർ പറയുന്നുവെങ്കിലും മദീനയിലാണ് അവതരിച്ചതുമെന്നും അഭിപ്രായമുണ്ട്, മക്കയിലാണെന്ന അഭിപ്രായമുണ്ട്. എന്ത് തന്നെയായാലും ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ ചില വസ്തുതകൾ ഇതിലും പറയപ്പെടുന്നു. നമുക്കത് ഒന്ന് വായിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വൻ നാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. കൂടെ വായിക്കുക.
ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മലിക്കിൻ നാസ്, മലിക്കിൻ നാസ്, ഇലാഹിൻ നാസ്, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, മിനൽ ജിന്നതി വന്നാസ്. ധാരാളം പ്രാവശ്യം വായിച്ച് പഠിക്കുക. ഞാൻ അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് പോവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നേരത്തെ ഞാൻ പറഞ്ഞു, ഈ രണ്ട് സൂറത്തുകളും മുഅവ്വദത്തൈനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അഭയം തേടുന്ന സൂറത്തുകൾ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ വിശേഷിപ്പിച്ചത്. കിടക്കാൻ നേരത്തും രാവിലെയും നമസ്കാരങ്ങൾക്ക് ശേഷവുമൊക്കെ നമുക്കിത് പാരായണം ചെയ്യാവുന്നതാണ്. എപ്പോഴും നമുക്ക് അഭയം തേടാവുന്ന രണ്ട് സൂറത്തുകളാണ്. അർത്ഥം മനസ്സിലാക്കി തന്നെ പാരായണം ചെയ്യലാണ് അഫ്ളൽ. അതാണ് അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് കാണിച്ചു തന്ന മാതൃകയും ശ്രേഷ്ഠതയും. അത് ആ രൂപത്തിൽ തന്നെ എല്ലാ സഹോദരന്മാരും മനസ്സിലാക്കുക. ഖുൽ, നബിയെ പറയുക. അത് കഴിഞ്ഞ ആഴ്ച ഞാൻ വിശദീകരിച്ചതാണ്. നബിയോട് പറയുക എന്ന് നബിയോട് പറയുകയാണ്. കുൽ, നബിയെ പറയുക. അഊദു, ഞാൻ അഭയം തേടുന്നു. ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാൻ അഭയം ചോദിക്കുന്നു. അപ്പോൾ ആരോടാണ് രക്ഷ തേടേണ്ടത്? അല്ലേ? ലാത്തയോടും മനാത്തയോടും, വദ്ദിനോടും സുവാഇനോടും, യഊക്കിനോടും യഊസിനോടും. എന്തിനേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനിക്കുമ്പോൾ കഅബാലയത്തിൽ 360 പരം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനിക്കുന്ന കാലഘട്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സ് പ്രായമാകുമ്പോൾ നുബുവത്ത് ലഭിക്കുന്നു. ഈ നുബുവത്ത് ലഭിക്കുന്ന കാലഘട്ടത്തിൽ കഅബാലയത്തിൽ 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. 360 പരം വിഗ്രഹങ്ങളോടായിരുന്നു അവരുടെ പ്രാർത്ഥനകളും നേർച്ചകളും സഹായതേട്ടവും ആരാധനകളും എല്ലാം. ആ ജനതയോടാണ്, വിഗ്രഹാരാധകരായ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്, ആരോടാണ് സഹായം ചോദിക്കേണ്ടത്, ആരോടാണ് അഭയം ചോദിക്കേണ്ടത് എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ് ഈ സൂറത്തിലൂടെ. കുൽ, നബിയെ പറയുക. അഊദു, ഞാൻ അഭയം ചോദിക്കുന്നു. അപ്പോൾ ആരോടാണ് നമ്മൾ അഭയം ചോദിക്കേണ്ടത്, ആരോടാണ് രക്ഷ ചോദിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവിനോട്. അപ്പോൾ ജനങ്ങളുടെ രക്ഷിതാവാണ് അള്ളാഹു. ആ അള്ളാഹുവിനോടാണ് നമ്മൾ അഭയം ചോദിക്കേണ്ടത്. അതാണ് കുൽ, നബിയെ പറയുക. അഊദു ബിറബ്ബിന്നാസ്, ഇത് രഹസ്യമാക്കി വെക്കേണ്ട കാര്യമല്ല. ഇത് തുണിയിൽ പൊതിഞ്ഞ് അലമാരയുടെ മുകളിൽ വെക്കേണ്ട കാര്യമല്ല. അതല്ല വിശുദ്ധ ഖുർആൻ. അത് പരസ്യപ്രഖ്യാപനം നടത്തേണ്ടതുണ്ട്, പരസ്യമായി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. റമദാനിൽ മാത്രം ഓതേണ്ട കാര്യമല്ല. 365 ദിവസവും നമ്മൾ പാരായണം ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. അല്ലേ? ഒന്നാലോചിച്ച് നോക്കിയേ. നാളെ ഖബറിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് കുറേ ചോദ്യങ്ങളുണ്ട്. മൻ റബ്ബുക്ക, നിൻ്റെ രക്ഷിതാവ് ആരാണ്? നിൻ്റെ രക്ഷിതാവ് ആരാണെന്ന ചോദ്യത്തിന് അല്ലാഹു റബ്ബി, എൻ്റെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് മറുപടി പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ എന്തു വേണം?
ഖബറിൻ്റെ തലക്കൽ നിന്ന് ആരെങ്കിലും പറഞ്ഞു തന്നാൽ നമുക്കത് പറയാൻ കിട്ടുമോ? ഒരിക്കലുമില്ല. മഹാവിഡ്ഢിത്തം. കാരണം എന്താ? എൻ്റെ റബ്ബ് രക്ഷിതാവാണ് എന്ന ബോധത്തോടു കൂടി ഈ ദുനിയാവിൽ ഞാൻ ജീവിക്കണം. എൻ്റെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന ബോധത്തോടു കൂടി അവനെ പൂർണ്ണമായും കീഴ്പ്പെട്ടുകൊണ്ട്, അവനെ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട്, അവനെ പൂർണ്ണമായും കീഴ്പ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, സഹായം തേടിക്കൊണ്ട്, നേർച്ച വഴിപാടുകൾ മുഴുവനും അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിച്ച് ഖുർആനിൻ്റെ ആ വിധികൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കണം. അപ്പോഴാണ് ഖബറിൽ നിൻ്റെ റബ്ബാരാണ് എന്ന ചോദ്യത്തിന് എൻ്റെ റബ്ബ അള്ളാഹുവാണ് എന്ന മറുപടി പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. റബ്ബിനോട് ധിക്കാരം കാണിച്ച്, തോന്നിയവാസം കാണിച്ച് ഖുർആൻ പഠിക്കാൻ ഒരായുസ് 60 വർഷം, 55 വർഷം, 40 വർഷം, 35 വർഷം എന്നിങ്ങനെ കുറേ കാലങ്ങൾ അള്ളാഹു നമുക്ക് തന്നു. പക്ഷെ ഖുർആൻ പഠിക്കാൻ നമ്മൾ തയ്യാറായില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് ജീവിച്ച് അവസാനം ഖബറിൽ ചെല്ലുമ്പോൾ നിൻ്റെ റബ്ബ് ആരാണെന്ന ചോദ്യത്തിന് എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്നെങ്ങനെ പറയാൻ പറ്റും? അവിടെ എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് മറുപടി പറയാൻ കിട്ടണമെങ്കിൽ നമ്മൾ ഖുർആൻ പഠിക്കണം. ആ ആയത്തുകളനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തയ്യാറാവണം. അപ്പോൾ മാത്രമേ എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നിൻ്റെ നബി ആരാണ് എന്ന് ചോദിച്ചാൽ മൻ നബിയുക്ക, നിൻ്റെ നബി ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ നബി അള്ളാഹു റസൂലാണ്, മുഹമ്മദ് നബിയാണെന്ന് പറയാൻ കിട്ടണമെങ്കിൽ, എൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബിയാണെന്ന് പറയാൻ കിട്ടണമെങ്കിൽ ആ നബിയെ പിൻപറ്റണം, ഇത്തിബാ ചെയ്യണം, ആ നബിയെ അംഗീകരിക്കണം. ആ നബി ചെയ്തതേ ചെയ്യാൻ പാടുള്ളൂ, ആ നബി ചെയ്ത് കാണിച്ചതേ ചെയ്യാൻ പാടുള്ളൂ. ആ നബി ചെയ്യാത്തത് കാണിച്ചിട്ട്, ആ നബി പ്രവർത്തിക്കാത്തത് പ്രവർത്തിച്ച്, ആ നബിയോട് ധിക്കാരം കാണിച്ച് ജീവിച്ചിട്ട് നാളെ ഖബറിൽ ചെല്ലുമ്പോൾ എൻ്റെ നബി മുഹമ്മദാണെന്ന് പറയാൻ കിട്ടുമോ സഹോദരിമാരെ, സഹോദരന്മാരെ? നമുക്ക് എൻ്റെ നബി മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് പറയാൻ കിട്ടണമെങ്കിൽ ആ നബിയെ പൂർണ്ണമായും നമ്മൾ ഇത്തിബാ ചെയ്യണം, പൂർണ്ണമായി ഇത്തിബാ ചെയ്യണം. റസൂലുള്ള ചെയ്തതാണെങ്കിലേ ചെയ്യാൻ പാടുള്ളൂ. നബി ചെയ്യാത്ത കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. നബി ചെയ്തതാണ് ഇസ്ലാം, നബി ചെയ്യാത്ത കാര്യം ഇസ്ലാമല്ല. ഇസ്ലാമാണോ അത് റസൂലുള്ള നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അക്കാര്യം സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാൻ അഭയം ചോദിക്കും. ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാൻ അഭയം ചോദിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ്സിലിരുന്ന് തന്നെ ഇതിൻ്റെ അർത്ഥം പഠിക്കാവുന്നതാണ്. കുൽ, നബിയെ പറയുക, പ്രഖ്യാപിക്കുക, ജനങ്ങളോട് പറയുക, അറിയിക്കുക. എന്താണ് പ്രഖ്യാപിക്കേണ്ടത്? അഊദു, ഞാൻ അഭയം ചോദിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അഭയം ചോദിക്കേണ്ടത് ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവിനോടാണ്. കണ്ടോ, ഇവിടെ ജനങ്ങളുടെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഈ വിശുദ്ധ ഖുർആൻ ലോക ജനതയ്ക്ക് മുഴുവനും വേണ്ടി ഇറക്കപ്പെട്ടതാണ്. ലോക ജനങ്ങൾക്ക് മുഴുവനും വേണ്ടി ഇറക്കപ്പെട്ടതാണ്, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല. പണ്ട് കാലത്തൊക്കെ ഒരു അമുസ്ലിമായൊരു വ്യക്തി ഖുർആൻ തൊട്ടാൽ നമ്മുടെ ആളുകൾ പറയുമായിരുന്നു തൊടാൻ പാടില്ല എന്ന്. കണ്ണ് പൊട്ടിപ്പോകുന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ. കണ്ണ് പൊട്ടിപ്പോകുന്ന ഗ്രന്ഥമല്ല ഇത്, കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ് സഹോദരന്മാരെ. ഇത് കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാൻ അഭയം ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ, ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാൻ അഭയം ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മൊത്തത്തിൽ ഈ ലോകത്തുള്ള സകല മനുഷ്യരോടുമാണ് വിശുദ്ധ ഖുർആൻ സംവദിക്കുന്നത്, സംസാരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സമയം ദീർഘിച്ചു പോയിരിക്കുന്നു. ഞാൻ എൻ്റെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഒരായത്താണ് നമ്മളിന്ന് പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ബാക്കി ആയത്തുകൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു നമ്മുടെ ഇരുത്തം സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നു പോയിരിക്കുന്ന എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ.
നമ്മളിൽ രോഗികളായ ആളുകളുടെ എല്ലാ അസുഖങ്ങളും അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫയാക്കി തരുമാറാകട്ടെ. അള്ളാഹുവേ, നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ, കടങ്ങളുള്ളവരുണ്ട് റബ്ബേ, എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണേ അല്ലാഹ്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.